ഇതില് പിന്നെ വരണ്ട ഒരാളുണ്ട്, വരട്ടെ. ലോക സിനിമയിലെ തന്നെ ലെജൻഡായ സാറിൻ്റെ എലിപ്പത്തായം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായാണ് ഞാൻ കണക്കാക്കുന്നത്. അന്ന് സാറ് എന്നെ ഈ ചിത്രത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ജലജയ്ക്ക് ഈ സിനിമയിൽ ഗ്ലിസറിൻ ഉപയോഗിക്കേണ്ടെന്ന്. വളരെയധികം സന്തോഷമുണ്ടായിരുന്നു ഒരു ബോൾഡായ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട്. എന്നിട്ട് സാർ അതിൽ ഞാൻ തന്നെ ഡബ് ചെയ്യണം എന്ന് പറഞ്ഞപ്പം, അതുവരെ ചില ചിത്രങ്ങളിൽ ഞാൻ ഡബ് ചെയ്തിരുന്നു, ചിലതിൽ ഞാൻ ഡബ് ചെയ്തില്ല. എന്താ വെച്ചാൽ എൻ്റെ മലയാളത്തിന് ഒരു ഇംഗ്ലീഷ് ചുവയുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് സാർ എന്നെ കൊണ്ട് ഡബ് ചെയ്യിച്ചപ്പം എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ആണ് നൽകിയത്. അന്നത്തെ ആ എലിപ്പത്തായം കഴിഞ്ഞ് സാർ ഇന്ന് പിന്നെയും എന്നുള്ള ചിത്രം വരെ എത്തി നിൽക്കുന്നു. അപ്പം അന്നത്തെ സിനിമയിൽ നിന്ന് ഇന്നത്തെ സിനിമയിലേക്ക് എത്തുമ്പം എന്താണ് സാറിന് ഒരു വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളത്? സാറിൻ്റെ പുതിയ അനുഭവം അതെന്താണ് സാറിന് പറയാനുള്ളത്? ജലജ ജയശ്രീ അല്ലേ, എന്തായിരുന്നു ആ കഥാപാത്രത്തിന്റെ പേര്? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ജയശ്രീ കൂട്ടുകാരിയാ. ജയശ്രീ കൂട്ടുകാരിയാ. ജലജയല്ലേ മറ്റേ എലിയെ മുക്കിക്കൊല്ലാൻ പോകുന്നത് അല്ലേ? അല്ലേ, മറ്റേ കുളത്തില് മുക്കിക്കൊല്ലുന്നു. അവിടാണ് ഓടിപ്പോകുന്നത്. പക്ഷെ എലി രക്ഷപ്പെട്ടു. അതെ. അടൂർ സാർ, ഇപ്പം ജലജ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സാറിന്റെ ഓരോ സിനിമയിലൂടെ ഒരു ഇംപ്രവൈസേഷൻ വരുന്നുണ്ടോ? സാറിന്റെ ഫിലിം മേക്കിങ്ങിൽ ആ രീതികൾക്കും ആ ഒരു ചിട്ടകൾക്കൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടുള്ള ഞാനൊരു മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ഭാഗമാണ് ഞാൻ. അതിൽ ഞാനും മാറാതെ നിൽക്കാൻ ഒക്കത്തില്ല. ഞാനും മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഇവല്യൂഷനാണ്. മാറ്റം എന്ന് പറഞ്ഞാൽ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ചില ആൾക്കാർ സ്ക്രിപ്റ്റിന് പകരം അതുകൂടാതെ വലിയൊരു ഡീറ്റെയിൽ ഷൂട്ടിംഗ് ഷെഡ്യൂളും അതിന്റെ സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാവും, വരകള്, കാരിക്കേച്ചർ, അത് ഇത് തന്നെ. സാർ അങ്ങനെ വല്ലതും ട്രൈ ചെയ്യുന്നു? ഞാനിതെല്ലാം ചെയ്യും. എല്ലാം ചെയ്യുന്നത് മാത്രമല്ല, വളരെ വിശദമായിട്ട് തയ്യാറെടുപ്പ് നടത്തിയിട്ടേ ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുള്ളൂ. പക്ഷേ ഞാൻ ആ തയ്യാറെടുത്ത സാധനം ആയിരിക്കില്ല ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. സാഹചര്യം അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. എപ്പോഴും തന്നെ ഞാൻ എഴുതുന്ന സ്ക്രിപ്റ്റിനേക്കാൾ വളരെ ഉയരത്തിലാണ് എൻ്റെ സിനിമ. കാരണം ഇത്രയും തയ്യാറെടുപ്പ് നടത്തിയതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് പോകാൻ എനിക്ക് എപ്പോഴും സാധിക്കാറുണ്ട്. തയ്യാറെടുപ്പ് നടത്തിയില്ലെങ്കിൽ പറ്റത്തില്ല, ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അതെ, അല്ല, നമുക്ക് നല്ല ഉറപ്പാണ്, നല്ല കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട. അതും ഇത് എത്ര ഇങ്ങനെ ഷോട്ട് എവിടെ പോകും, എവിടെ വെച്ച് കട്ട് ചെയ്യും, അടുത്ത ഷോട്ട് ഏതാണ്, ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ലൊക്കേഷനിൽ വേണ്ട പ്രോപ്പർട്ടീസ്, സെറ്റ് പ്രോപ്പർട്ടീസ് എല്ലാം കൃത്യമാണ്. എല്ലാം കൃത്യം.